Asusന്റെ Asus Zenfone 10 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ചില ഫീച്ചേഴ്സ് അവർ ഒഫീഷ്യലായിട്ട് തന്നെ ടീസും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Asus Zenfone 10 എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Asus Zenfone 10ൽ 5.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും. 6 ഇഞ്ചിൻ്റെ താഴെയായിരിക്കും സ്ക്രീൻ സൈസ് വരിക. ഇപ്പം അധിക ഫോണുകളിലൊന്നും 6 ഇഞ്ചിൻ്റെ താഴെ വരുന്ന സ്ക്രീൻ സൈസ് കാണാറില്ല. പക്ഷേ ഈ ഫോണിൽ 5.9 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നതായിരിക്കും. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും വരിക. പഞ്ചോൾ വരിക ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടായിരിക്കും. ആ ഒരു കാര്യവും ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ എന്നുള്ളതായിരിക്കും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വന്നേക്കാം. അതുപോലെ തന്നെ ഇതിൽ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്തേക്കാം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ആയിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യവും അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ Gen 2 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ ഈ ഫോണിൽ 16 GB റാം വരെ വന്നേക്കാം. അതുപോലെ തന്നെ 512 GB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരും. 3.5mm ഓഡിയോ ജാക്കും ഈ ഫോണിൽ വന്നേക്കാം. സാധാരണ ഇപ്പം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിൽ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഫോണിൽ അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള Zenfone സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 200 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 8K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതുമാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം 6 ആക്സിസ് ഹൈബ്രിഡ് ഗിംബൽ സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഫീച്ചറും വരുന്നതായിരിക്കും. അത് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ കഴിയേണ്ടതാണ്. ഈ ഒരു കാര്യം അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ബാക്കി സെൻസേഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇതിൽ ഒന്ന് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആയിരിക്കാനാണ് സാധ്യത. സെൽഫി ക്യാമറയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററി വരികയാണെന്നുണ്ടെങ്കിൽ പഴയ ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഒരു അപ്ഗ്രേഡ് ആയിരിക്കും. പിന്നെ ഇതിൽ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. വയർലെസ് ചാർജിങ് ഉണ്ടാവും എന്നുള്ള കാര്യം അവർ ഒഫീഷ്യലായിട്ട് തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 29-നാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. ഗ്ലോബൽ മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഇനി ഈ ഫോൺ ഇന്ത്യയിലോട്ട് വരുമോ എന്ന് വെച്ചാൽ ഇന്ത്യയിലോട്ട് ഈ ഫോൺ എത്താൻ ചാൻസ് ഉണ്ട്. പക്ഷേ മിക്കവാറും ഈ ഒരു പേരിലായിരിക്കില്ല ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ വരിക. ഇന്ത്യൻ മാർക്കറ്റിൽ Asus 10Z എന്ന പേരിൽ വന്നേക്കാം. ഇതിന് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ചില ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പം Zenfone 10 എന്ന പേര് അവർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോണിൻ്റെ വില $749 ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 62,000 രൂപ പ്രൈസ് റേഞ്ചിൽ. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരാൻ ചാൻസ് ഉണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണായിരിക്കും. 62,000 എന്നുള്ളതും തരക്കേടില്ലാത്തൊരു പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും Asus Zenfone 10 എന്ന ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.